ഇതിൻ്റെ ഗുണഭോക്താവ് കേവലം ഒരു പിണറായി വിജയനല്ല. കോടാനുകോടി രൂപയുടെ വിഭവങ്ങളാണ് അവിടുന്ന് കടത്തിക്കൊണ്ട് പോകുന്നത്. ഈ വിഷയം പിടിക്കപ്പെടില്ല എന്നുള്ള ഒരു തോന്നലുണ്ട്. ഇപ്പോൾ അവിടെ നടന്ന സംഗതി എന്ന് പറയുന്നത്, അവിടെ പെട്ടെന്ന് മഴ പെയ്തുകൊണ്ടിരിക്കുക സ്പിൽവേയുടെ ഷട്ടറുകളെല്ലാം അടച്ചു. ഷട്ടർ തുറക്കുന്നതിന് പകരം ഷട്ടർ അടച്ചു വെച്ചു. വല്ലാത്ത ആത്മവിശ്വാസമുണ്ട്. ഗവൺമെന്റ് മാത്രമല്ല, മൾട്ടിനാഷണൽ കമ്പനികൾ, PWCയെ പോലെയുള്ള മൾട്ടിനാഷണൽ കമ്പനികൾക്ക് ഇതിൽ പങ്കുണ്ട്. ഈ ആലപ്പുഴയുടെ തീരം സംരക്ഷിക്കപ്പെടണം. ആലപ്പുഴയുടെ തീരം സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ കരിമണൽ ഖനനം നടത്തിയാൽ പറ്റില്ല. തീരം നഷ്ടപ്പെട്ടു പോകും. ഇത്തവണ അതിരൂക്ഷമായ കടലാക്രമണമാണ് ഈ തീരത്ത്. ഭരിക്കുന്നവരെ അറിയാതൊന്നും നടക്കില്ലല്ലോ. ഭരിക്കുന്നവരറിയണമല്ലോ. കേരളത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്താണ് കൊള്ളയടിക്കുന്നത്. മനുഷ്യൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട് സംരക്ഷിക്കപ്പെടേണ്ടുന്ന സംരക്ഷണ കവചമാണ് കൊള്ളയടിച്ചുകൊണ്ട് പോകുന്നത്. ഇപ്പൊ ഈ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഇപ്പോൾ 7-8 വർഷം ആകുന്നില്ല. എന്ത് ചെയ്തു? കുട്ടനാട് പാക്കേജ് പ്രഖ്യാപിച്ചിട്ട് എന്ത് ചെയ്തു? KMML ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. 900 രൂപയ്ക്ക് ഈ തീരം നിരക്കുന്ന തീർന്നു തന്നിരിക്കുന്നു. കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് പിണറായി വിജയനും മകളും വലിയ ഗുരുതരമായ ആരോപണത്തിന്റെ മുൾമുനയിൽ നിൽക്കുമ്പോൾ, അവരേത് സമയത്തും അറസ്റ്റ് ചെയ്യപ്പെടാമെന്നുള്ള അവസ്ഥയിൽ നിൽക്കുമ്പോൾ, വീണ്ടും പിണറായി വിജയൻ വലിയ ആരോപണവുമായി വീണ്ടും രംഗത്ത് വരികയാണ്. കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ സർക്കുലർ പ്രകാരം ഇനി മഴയില്ല, വെയിലില്ല, ഏത് സീസണിലും ഇവിടെ നിന്ന് കരിമണൽ വാരിക്കൊണ്ടുപോകാമെന്നുള്ള പുതിയ ഉത്തരവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിൽ വിശേഷത എല്ലാവരെയും കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഇപ്പം വില മാറ്റിയിരിക്കുന്നു. ക്യൂബിക് മീറ്ററിന് 900 രൂപയാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ പ്രത്യേകതയുള്ളത്. അതായത് അവിടെ നിന്ന് എത്ര വാരുന്നു, എങ്ങനെ വാരുന്നു എന്ന് ആർക്കറിയില്ല. അവിടെ നിന്ന് എത്രയോ വാരിക്കൊണ്ടുപോകണു, അതിൽ കുറച്ച് കണക്കിൽപ്പെടുത്തുന്നു. ഇങ്ങനെ ഒരു ഓർഡർ ഇടണമെങ്കിൽ ഇതിൻ്റെ ഇറിഗേഷൻ മന്ത്രി കൂടിയായ റോഷി അഗസ്റ്റിന് ഇതിൻ്റെ അകത്ത് ഉൾപ്പെട്ടു എന്നുള്ളത് ആരോപണമാണ് പുറത്തു വരുന്നത്. അതായത് റോഷി അഗസ്റ്റിന് 25 കോടി രൂപ കൈക്കൂലി കൊടുത്തു എന്നുള്ള ഏറ്റവും പുതിയ ആരോപണം പുറത്തു വന്നിരിക്കുന്നതാണ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ എൻ്റെ കൈവശമുള്ളത്. ഞാനതൊന്ന് വായിക്കാം. As per government order read as first paper above, the sanction was accorded to chief engineer to accept the highest offered rate offered by Messrs. KMML in connection with the removal of mineral sand from Thottapally spillway mouth. Later, as per the government order read as second paper above, government have fixed the rate of mineral sand at ₹900 as per cubic meter. Now, Messrs. Kerala Minerals and Metals Limited, KMML, has informed that they have agreed to pay ₹900 per cubic meter of the mineral sand as the cost of the sand, even though it is uneconomical and non-viable, and if the final rate may be reviewed in future discussion between Irrigation Department, Industries Department and KMML bar IREL, and has hence request to grant permission for commencing phase 5 sand removal operations at Thottapally spillway channel forthwith. Government have examined the matter and are pleased to grant permission to Messrs. Kerala Minerals and Metals Limited for commencing phase 5 operations at Thottapally spillway channel for the removal of mineral sand from Thottapally spillway channel as per the rate fixed by the government order read second paper above. എന്ന് പറഞ്ഞ ഓർഡറിന്റെ കോപ്പിയാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. ഇത് പ്രകാരം നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ഗുരുതരമായ ഈ അഴിമതിയിൽ നമ്മുടെ ഇറിഗേഷൻ മന്ത്രി കൂടി ഉൾപ്പെട്ടു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളോട് ഇതിനെക്കുറിച്ച് സംസാരിക്കാനായി കരിമണൽ ഖനന വിരുദ്ധ സമരസമിതി നേതാവ് ശ്രീ ബദ്രനാണ്. നമസ്കാരം. നമസ്കാരം. അതായത് ഇപ്പോൾ അവിടെ നിന്ന് വീണ്ടും ഖനനം ആരംഭിക്കാനുള്ള ഏർപ്പാടാണ് പുറത്തു വന്നിരിക്കുന്നതിൻ്റെ മനസ്സിലാക്കുന്നത്. എന്താണ് ഇപ്പോൾ അവിടുത്തെ സ്ഥിതി? അപ്പോൾ അവിടെ ഖനനം നടത്താൻ വേണ്ടിയിട്ട് സബ് കോൺട്രാക്റ്റ് കൊടുത്തിരുന്നതാണ്. നമുക്ക് സബ് കോൺട്രാക്റ്റ് കൊടുത്തിരിക്കുന്നു. അതിന് വേണ്ടിയിട്ട് അവിടെ തെങ്ങും തടിയൊക്കെ കൊണ്ടുവന്ന് ട്രാക്കിടാനുള്ള നടപടികൾ തുടങ്ങി. പിന്നീട് ഇപ്പോൾ JCB അവിടെ വന്നു, ഒരു JCB അവിടെ കൊണ്ടുവന്നിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ തുടക്കമായിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനിടയിലാണ് ഈ ഓർഡർ ഇറങ്ങിയിരിക്കുന്നത്.
ഈ ഓർഡറിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഈ ഓർഡറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ വില എടുത്തോണ്ടിരുന്ന മണ്ണ് നേരത്തെ എടുത്തോണ്ടിരുന്ന 464 രൂപയ്ക്കാണ്. ഇതിനകത്ത് പിന്നെ മണ്ണെടുക്കുന്നത് 900 രൂപയ്ക്കാണെന്നാണ് പറയുന്നത്. ക്യൂബിക് മീറ്റർ ഒരു ക്യൂബിക് മീറ്ററിന് 900 രൂപയ്ക്കാണ്. ഇനി നേരത്തെ 453 രൂപയായിരുന്നു. 464 രൂപ 464 രൂപയായിരുന്നു. ഇത് അതുപോലെ തന്നെ ഇത് പിന്നെ വർഷം മുഴുവൻ റൗണ്ട് ദി ഇയർ അവിടുന്ന് മണ്ണെടുക്കാനുള്ള നീക്കമാണെന്നാണ് ഒരു കാര്യം. നേരത്തെ ഉള്ള പിന്നെ ഉത്തരവിനകത്ത് പറഞ്ഞിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5000 ടൺ മണ്ണ് എടുക്കുന്നുവെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ പുതിയ ഓർഡറിൽ ആ ഒരു ക്വാണ്ടം ഇല്ല, അളവിനെ കുറിച്ച് പറയുന്നത്. അതായത് എത്ര വേണം എടുക്കാം, ആരും ചോദിക്കാനും പറയാനും ഇല്ല. വർഷം പിന്നെ 2 ലക്ഷം ടൺ എടുക്കാൻ പറഞ്ഞിരുന്നിടത്തുനിന്ന് 53 ലക്ഷം ടൺ മണ്ണ് എടുത്ത കമ്പനികളാണിത്. ഇതിപ്പോ 53 ലക്ഷമാണോ എന്ന് നമുക്ക് എങ്ങനെ ഉറപ്പിച്ചു പറയാൻ പറ്റും? കാരണം അതിന് വണ്ടികൾ വരുന്നു പോകുന്നു, പോലീസ് സംരക്ഷണം ഉണ്ട്, പിണറായി വിജയന്റെ സംരക്ഷണം ഉണ്ട്. അത് അവർ നമ്മളുടെ ഡീൽ പ്രകാരം എടുക്കുന്നു പോകുന്നു, അതിന് കുറച്ച് കണക്കും വെക്കുന്നു. ഇതല്ലേ അവിടെ നടന്നത്. അതിനാണല്ലോ ഈ കിക്ക് ബാക്സ് എല്ലാം നൽകി, അതിലാണല്ലോ ഈ അഴിമതി എല്ലാം നടന്നിരിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഇത്ര അഴിമതി നടക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഈ അഴിമതി ഞാൻ ചോദിക്കുന്നത്, പിണറായി വിജയനും മകളും കൃത്യമായി ഇതിനകത്ത് തട്ടിപ്പ് നടത്തിയെന്നും അഴിമതി നടത്തിയെന്നും വ്യക്തമായ രേഖകൾ വന്നിട്ടും ഈ മനുഷ്യൻ എന്താണ് യാതൊരു പേടിയുമില്ലാത്തത്? അതാണ് ഇപ്പം പിന്നെ കേന്ദ്ര ഗവൺമെന്റ് കർണാടക ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ പറഞ്ഞെന്ന് പറഞ്ഞാല് SFIO സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഈ കേസിൽ അന്വേഷണം നടത്തുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ അതിന്റെ അന്വേഷണത്തിന്റെ ഗതി എവിടെ വരെ എത്തി, എത്രത്തോളം എത്തി? അവര് സെപ്റ്റംബറിന്റെ ഉള്ളിൽ 8 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കണം എന്നുള്ളതാണ് ഓർഡർ. അതെ. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഒരു വാർത്തകളും പുറത്തു വരുന്നില്ല. അപ്പോൾ ഈ ഒരു തഞ്ച ഉപയോഗിച്ചുകൊണ്ട് ഇതിനകത്തുള്ള കാര്യങ്ങളെല്ലാം ഒതുക്കി തീർക്കാനുള്ള ഒരു സംവിധാനമാണോ നടക്കുന്നതെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അല്ല, അത് കേന്ദ്ര ഗവൺമെന്റ് ഒതുക്കിയാലും ഹൈക്കോടതിയിൽ കേസ് നടക്കുന്നത് കൊണ്ട് അങ്ങനെ പെട്ടെന്ന് ഒതുക്കാൻ കഴിയില്ല. പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് ഒതുക്കുന്നത് കൊണ്ട് പിണറായി വിജയൻ സുരക്ഷിതനാണ് എന്നുള്ള ചിന്താഗതിയാണ് അദ്ദേഹത്തിനുള്ളത്. അല്ല, ഒരു സംഗതി, ഒരു കോടതി എപ്പോഴും ഒരു കാര്യത്തെ വാച്ച് ചെയ്യുന്നത് നല്ല കാര്യമാണ്. പക്ഷെ കോടതിയുടെ കണ്ണുവെട്ടിക്കാൻ കഴിഞ്ഞാൽ, ഇപ്പോൾ വിജിലൻസ് കോടതിയിൽ കേസ് ചെയ്യുന്ന കഴിഞ്ഞാൽ എന്താ പറയുക, ഞങ്ങൾ ഇതിന് മെറിറ്റിലേക്ക് കടക്കില്ല. അല്ല, അതിൻ്റെ ഒരു പ്രത്യേകത, ഈ കേസിൻ്റെയൊക്കെ പ്രത്യേകത, അതായത് SFIO അന്വേഷണം നടക്കുന്ന ഹൈക്കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതായത് നമ്മുടെ ഷോൺ ജോർജ് കൊടുത്ത കേസ് ഹൈക്കോടതി ഉത്തരവാണ്. ആ ഉത്തരവ് വരുന്നത് എങ്ങനെയാണ്? ഈ ഹൈക്കോടതിയിൽ കേസ് നടക്കുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിനെ ശക്തമായ ഭാഷയിൽ കേരള ഹൈക്കോടതി വിമർശിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത് അന്വേഷണം ആരംഭിക്കാത്തത്? ആ സന്ദർഭത്തിൽ അവരൊരു തന്ത്രം ഉപയോഗിച്ചു. 8 മാസം സമയം കൊടുത്തുകൊണ്ട് അന്വേഷണത്തിന് ഉത്തരവിട്ടു. സ്വാഭാവികമായിട്ടൊരു 3 മാസത്തിൽ അപ്പുറത്തേക്ക് ആവശ്യമില്ല. കാരണം ഇത് ആദായ നികുതി സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ വിധി പ്രകാരമുള്ള അന്വേഷണമാണ്. രേഖകൾ മാത്രം പരിശോധിക്കാനുള്ളൂ. ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ അത് മാത്രം അന്വേഷിക്കേണ്ടതുള്ളൂ. ആ രേഖകൾ അവരെ കൈവശമുണ്ട്, അവരെ പോയി പിടിക്കണം, നോക്കണം, അത്രയേ ഉള്ളൂ. 8 മാസം കൊടുത്ത തന്നെ പിണറായി വിജയനും മകൾക്കും കൊടുത്ത ഒരു സംരക്ഷണമാണ്. എന്തായാലും ഇപ്പോൾ ഇനിയിപ്പം ഇതിപ്പോൾ ജൂലൈ കഴിയാറായി. ഇനി ആഗസ്റ്റ് മാസം കൂടി കഴിഞ്ഞാൽ പിണറായി വിജയൻ ആ കാര്യത്തിൽ നിൽക്കാൻ പറ്റില്ല. കാരണം ഹൈക്കോടതി ഇടപെട്ടത് കൊണ്ട് കൃത്യമായിട്ട് നടപടി വന്നേ പറ്റുള്ളൂ. പക്ഷേ അതിന് മുമ്പായിട്ടാണ് ഇപ്പോൾ ഒരു ഓർഡർ വന്നിരിക്കുന്നത്. ഈ ഓർഡറിൽ പറയുന്ന കാര്യം വളരെ ഗുരുതരമായ ഒരു കാര്യം. കാരണം അവിടെ ഇഷ്ടം പോലെ ഏത് സമയത്തും ഇതിനകത്ത് എടുക്കാമെന്നുള്ളതാണ് ഇതിനകത്ത് മനസ്സിലായി. കാരണം ഇതിനകത്ത് എത്ര സാധനം എടുക്കാമെന്ന് പറഞ്ഞിട്ടില്ല. ക്വാണ്ടിറ്റി എത്രയും അതിനുള്ള ഓർഡർ അല്ല ഇത്. അതിനുള്ള ഓർഡർ അല്ല ഇതൊന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? എനിക്ക് കിട്ടിയ വിവരം പ്രകാരം റോഷി അഗസ്റ്റൈൻ അതൊന്നും പങ്കാളിയല്ലാത്ത ഒരാൾ, പൊതുവെ നല്ല വരുത്താനാണ്, അദ്ദേഹത്തെയും കുടുക്കി എന്നുള്ളതാണ്. 25 കോടി രൂപ അദ്ദേഹത്തിന് കൊടുത്തു എന്നുള്ള വിവരമാണ് നമ്മൾ പുറത്ത്. അല്ലെങ്കിൽ ഇത്തരം ഓർഡർ ഇടില്ല. അദ്ദേഹം കൃത്യമായി പരിശോധിച്ച് 5000 ടണ്ണോ 10000 ടണ്ണോ ഇടണ്ടേ? അങ്ങനെ സാധനം ഇതിനകത്തില്ല. കാരണം ഇത് മൊത്തം ഇഷ്ടം പോലെ ഒരു കൊല്ലം മുഴുവനോ മഴ പെയ്താലും വേണ്ടില്ല, വെയിലൊതിച്ചാലും വേണ്ടില്ല, ഏത് സമയത്തും നടത്താന്നുള്ള. ഇപ്പൊ അവിടെ നടന്ന സംഗതി എന്ന് പറയുന്നത്, അവിടെ പെട്ടെന്ന് മഴ പെയ്തുകൊണ്ടിരിക്കുകയാലും പെട്ടെന്ന് വന്നിട്ട് ഈ
പിന്നെ സ്പിൽവേയുടെ ഷട്ടറുകളെല്ലാം അടച്ചു. വെള്ളം ഒഴുകി. ആദ്യം മഴ പെയ്തില്ലേ, ആദ്യം ഒരു മഴ പെയ്തല്ലോ, ആദ്യം ഒരു മഴ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ പൊഴി തുറന്നു കഴിഞ്ഞിട്ട് വളരെ കൃത്യമായിട്ട് കുട്ടനാട്ടിലെ വെള്ളം അതുവഴി ഒഴുകി പോവുകയും പിന്നെ വാട്ടർ ലെവൽ ബാലൻസ് ചെയ്യുകയും ചെയ്തു. ഒരു തുള്ളി വെള്ളം ഇനി കുട്ടനാട്ടിൽ കൂടുതൽ വീണാൽ അത് മുഴുവൻ കടലിലേക്ക് ഒഴുകുന്ന നിലയിലാണ്. 10 മീറ്റർ എങ്ങാണ്ട് വീതിയിലാണ് അത് ആദ്യം തുറന്നത്. പക്ഷേ 1.5 ദിവസത്തിനുള്ളിൽ 10-70 മീറ്റർ വീതിയിൽ അവിടെ പൊഴി ഓട്ടോമാറ്റിക്കായിട്ട് തുറന്നു. കാരണം കായൽ ഭാഗത്തെ വെള്ളത്തിൻ്റെ സമ്മർദ്ദം കാരണം. ആ സമ്മർദ്ദം കാരണം ഇത് വെള്ളം കടലിലേക്ക് ഒഴുകി. അപ്പം എന്നിരിക്കെയാണ് ഇപ്പോൾ ഈ മഴയുടെ പേര് പറഞ്ഞുകൊണ്ട് വന്നിട്ട് ഷട്ടറുകൾ അടച്ചു വെച്ചു. ഷട്ടർ തുറന്നല്ലേ വെക്കേണ്ടത്? ഷട്ടർ തുറന്നു വെക്കുന്നതിന് പകരം ഷട്ടർ അടച്ചു വെക്കുന്നതിന് ഷട്ടർ തുറക്കുന്നതിന് പകരം ഷട്ടർ അടച്ചു വെച്ചു. എന്തുകൊണ്ടാണ്? അത് ഈ കുട്ടനാട്ടിൽ വെള്ളം വന്ന് തിങ്ങിയെങ്കിലല്ലേ കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കമാണെന്ന് പറഞ്ഞ് തുറന്നു വെക്കാൻ പറ്റും. ഇതെല്ലാ പ്രാവശ്യം ചെയ്യുന്ന സംഗതിയാണ്. ഇവരവിടെ കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടാവാന്നുള്ളത് പിണറായിന്റെ ആവശ്യമാണ്. പിണറായിയുടെ ആവശ്യമാണോ, കമ്പനികളുടെ ആവശ്യമാണോ, ശശിധരൻ കർത്തയുടെ ആവശ്യമാണോ? അല്ല, പിണറായിക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ പിണറായിക്ക് കാശ് കിട്ടണമെങ്കിൽ ഇപ്പുറത്തെ കരിമണൽ നടക്കണ്ടേ, വാരണ്ടേ? അത് ഞാൻ പറയാനിരിക്കുകയായിരുന്നു. മനസ്സിലായി പറഞ്ഞേ? അതെ. അപ്പൊ അപ്പുറത്ത് തടഞ്ഞു വെച്ചാലേ ഇപ്പുറം നടക്കുള്ളൂ. അതെ. അപ്പൊ അത്തരത്തിൽ ഇപ്പം തടഞ്ഞു വെച്ചിട്ട് കുട്ടനാട്ടിലെ വെള്ളം മുഴുവൻ ഇതുവഴി ഒഴുക്കി വിടണം. ഇപ്പം വേറെ ഞാൻ ഈ അടുത്ത സമയത്ത് ഞാൻ ഈ ആലപ്പുഴ ജില്ലയിൽ ഉടനീളം സഞ്ചരിച്ചു. ഒത്തിരി പൊഴികളുണ്ട്, 10-22ഓളം പൊഴികളുണ്ട്. ഏതിന്? നമ്മുടെ പൊഴി എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞു കൊടുക്കാമോ? ഈ പൊഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സീസണലായിട്ട് അടയുകയും തുറക്കുകയും ചെയ്യുന്ന കടലിലേക്ക് ഒഴുകുന്ന കായൽ ഭാഗത്ത് ജലനിരപ്പ് ഉയർന്നു കഴിഞ്ഞാൽ കടലിലേക്ക് വെള്ളം ഒഴുകുന്ന വഴിക്കാണ് പൊഴി എന്ന് പറയുന്നത്. കൃത്യമായി. അഴിയുണ്ട്. അഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ദി ഇയർ, റൗണ്ട് ദി ഇയർ, വർഷം മുഴുവൻ തുറന്നു കിടക്കുന്ന, അത് വേനലായാലും മഴയായാലും എല്ലായ്പ്പോഴും തുറന്നു കിടക്കുന്നതാണ് അഴി എന്ന് പറയുന്നത്. കടലും ഇതും കൂടി ചേർന്ന് നിൽക്കുന്ന സ്ഥലം. വലിയഴീക്കൽ അഴിയാണുള്ളത്, കൊച്ചിയിൽ അഴിയാണുള്ളത്, നീണ്ടകരയിൽ അഴിയാണുള്ളത്. അപ്പോൾ അത് ത്രൂ ഔട്ട് ദി ഇയർ, വർഷം മുഴുവൻ തുറന്നു കിടക്കുന്ന ഈ കടലിൽ നിന്ന് ആക്സസ് ഉള്ള സ്ഥാനത്തിനെയാണ് എന്ത് പറയുക? പൊഴി. അഴി എന്ന് പറയുന്നത്. പൊഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊഴി സീസണലായിട്ട് അടയും. ജലനിരപ്പ് താഴുമ്പോൾ പൊഴി ഓട്ടോമാറ്റിക്കായിട്ട് ഇരുവശത്തു നിന്നുള്ള ജലത്തിൻ്റെ പ്രവർത്തനം കാരണം അവിടുന്ന് മണ്ണടിഞ്ഞിട്ട് അതങ്ങ് അടയും. അതായത് ഇത്രയും കാലത്ത് നമ്മൾ നടത്തിയുള്ള സമരം ഒക്കെ നടത്തിയിട്ടും ഇത്രയധികം നിയമ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും പിണറായി വിജയനും മകളും പിടിക്കപ്പെടും എന്നുള്ളൊരവസ്ഥ ഉണ്ടായിട്ടും വീണ്ടും ഇങ്ങനെ ഗുരുതരമായ ഈ സംഭവത്തിന് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? അതിനകത്ത് എവിടെ നിന്നും അദ്ദേഹത്തിന് വല്ലാത്ത ആത്മവിശ്വാസമുണ്ട്. അദ്ദേഹത്തിന് ഈ വിഷയം പിടിക്കപ്പെടില്ല എന്നുള്ള ഒരു തോന്നലുണ്ട്. കാരണം ഇത് കോടാനുകോടി രൂപയുടെ അഴിമതിയുടെ വിഷയമാണ്. കോടാനുകോടി രൂപയുടെ വിഭവങ്ങളാണ് അവിടുന്ന് കടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ അത്തരത്തിൽ കടത്തിക്കൊണ്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ഇതിന് ഗുണഭോക്താക്കളുണ്ട്. ഇതിൻ്റെ ഗുണഭോക്താവ് കേവലം ഒരു പിണറായി വിജയനല്ല, ഇതിന് മുകളിലുള്ള ആളുകൾ, അതിനപ്പുറത്തേക്കും ആളുകളുണ്ടെന്ന് നമ്മൾ കരുതേണ്ടി വരും. അതായത് കേന്ദ്ര ഗവൺമെന്റിലും ആളുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് മാത്രമല്ല, മൾട്ടിനാഷണൽ കമ്പനികൾ, PWCയെ പോലെയുള്ള മൾട്ടിനാഷണൽ കമ്പനികൾക്ക് ഇതിൽ പങ്കുണ്ട്. KPMG പോലെയുള്ള, PWC പോലെയുള്ള മൾട്ടിനാഷണൽ കമ്പനികൾക്ക് ഇതിൽ ബന്ധമുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെയൊന്നും പോകില്ല. ഇത്രയേറെ നാണം കെട്ട സ്ഥിതിയിൽ പോലും ഈ സംഗതിയായിട്ട് മുന്നോട്ട് പോകാൻ എൻ്റെ കേരളത്തിൽ ഇപ്പോൾ എല്ലായിടത്തും വെള്ളപ്പൊക്കം ഉണ്ടല്ലോ. കണ്ണൂർ ജില്ലയിൽ എത്രയോ എടുത്തു പിന്നെ വെള്ളപ്പൊക്കവും സംഗതികളും ഒക്കെ ഉണ്ട്, എല്ലായിടത്തും ഉണ്ടല്ലോ. പൊഴി മുറിക്കുന്നത് തോട്ടപ്പള്ളിയിൽ മാത്രമാണ്. തോട്ടപ്പള്ളിയിലെ കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കം മാത്രമാണോ വെള്ളപ്പൊക്കം? കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കത്തിന് കുട്ടനാടിന് നാച്ചുറലായിട്ടുള്ള പ്രകൃതിദത്തമായ പൊഴികളുണ്ട്. ഞാനതാ പറഞ്ഞു വന്നത്. 22ഓളം പൊഴികളുണ്ട്. ഈ പൊഴികൾ വേണ്ടവണ്ണം തുറന്നു വെച്ചാൽ, ഡ്രെയിനേജ് പ്രോപ്പറായിട്ട് നടത്തിയാൽ, എന്താ ഇപ്പോൾ തിരുവനന്തപുരത്ത് കണ്ടത്? ഡ്രെയിനേജ് പ്രോപ്പറല്ല. കുട്ടനാടിൻ്റെ ഡ്രെയിനേജ് പ്രോപ്പറാവണം.
കുട്ടനാടിൻ്റെ തോടുകളെല്ലാം ശുചീകരിക്കണം. ഇത് AC കനാൽ തുറന്നു വെക്കണം. ആലപ്പുഴയിലെ കനാൽ സിസ്റ്റം കുറെ കൂടി കാര്യക്ഷമമാക്കണം. ഇതെല്ലാം ചെയ്തുകൊണ്ട് ഈ വെള്ളം മുഴുവൻ ഒഴുകിപ്പോകാൻ, ഈ വാട്ടർ ലെവൽ ബാലൻസ് ചെയ്യാനുള്ള ഒരു സൗകര്യമല്ല ആലപ്പുഴ ജില്ലയ്ക്ക് വേണ്ടത്. ആലപ്പുഴ ജില്ലയുടെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ. 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട പ്രദേശം. ഞങ്ങളുടെ ഈ പ്രദേശം ഒരു നാരോ സ്ട്രിപ്പല്ല, ഒരു വളരെ വീതി കുറഞ്ഞൊരു സ്ഥലമാണ് ഈ അറബിക്കടലിനും ഈ TS കനാലിനും ഇടയ്ക്ക് കിടക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത്. വളരെ വീതി കുറഞ്ഞൊരു സ്ഥലം. ഈ സ്ഥലം സംരക്ഷിക്കപ്പെടട്ടെ. ഇത് സംരക്ഷിക്കാൻ ഇവിടെ കരിമണൽ വാരിയാൽ പറ്റില്ല. നമ്മൾ നേരത്തെ തൊട്ട് ഉന്നയിക്കുന്ന വിഷയമാണ്. ഈ ആലപ്പുഴയുടെ തീരം സംരക്ഷിക്കപ്പെടണം. ആലപ്പുഴയുടെ തീരം സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ കരിമണൽ ഖനനം നടത്തിയാൽ പറ്റില്ല. തീരം നഷ്ടപ്പെട്ടു പോകും. ഇത്തവണ അതിരൂക്ഷമായ കടലാക്രമണമാണ് ഈ തീരത്ത്. എത്രയെടുത്ത് പുന്നപ്പറയിൽ, പിന്നെ പുന്നപ്പറയിൽ, വളഞ്ഞ വഴിയിൽ, തോട്ടപ്പള്ളിയിൽ, പിന്നെ പാനൂർക്കരയിൽ, പിന്നെ പല്ലനയിൽ, അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ മധുക്കൽ എന്ന് പറയുന്ന സ്ഥലം, പതിയാങ്കര എന്ന് പറയുന്ന സ്ഥലം, ഇവിടെയെല്ലാം അതിരൂക്ഷമായ കടലാക്രമണം ഉണ്ടായത്. ഞാനിപ്പോൾ വരുമ്പോൾ പോലും ഇന്നലെയും ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയെന്നാണ് ഫോർകാസ്റ്റ് കേട്ടത്. അപ്പോൾ അത്രയും രൂക്ഷമായ കടലാക്രമണം ഇന്ന് ആലപ്പുഴ ജില്ലയിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സംഭവത്തിൽ ഇങ്ങനെ ഓർഡർ ഇറക്കാൻ വാട്ടർ ഇറിഗേഷൻ വകുപ്പ് എന്ന് പറയുന്നത് റോഷി അഗസ്റ്റിൻ്റെ ആണ്. ഈ റോഷിന അഗസ്റ്റിന് അറിയാതെ ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുമോ? ഇത്തരത്തിലുള്ള ഗുരുതരമായുള്ള ഒരു ഓർഡർ, അതായത് ഇതിൽ എത്ര കാലം എടുക്കാമെന്നുള്ളത് പറഞ്ഞിട്ടില്ല. അത് എത്ര കാലം വേണമെങ്കിലും എടുക്കാം. മഴ പെയ്താലും എടുക്കാം, മഴ പെയ്തെങ്കിലും എടുക്കാം. അത് പിണറായി വിജയൻ നേരിട്ട് കൊടുക്കുന്നതല്ലോ. പിണറായി വിജയൻ്റെ കീഴിലാണ് റോഷി അഗസ്റ്റിനെങ്കിലും പിണറായി വിജയൻ പറഞ്ഞിട്ടാണ് ചെയ്യുന്നതെങ്കിലും ഇങ്ങനെ ചെയ്യുമ്പോൾ റോഷി അഗസ്റ്റിനും പ്രതിയെ വരണ്ടല്ലേ? ഭരിക്കുന്നവരറിയാതൊന്നും നടക്കില്ലല്ലോ. ഭരിക്കുന്നവരറിയണമല്ലോ. അപ്പോൾ അങ്ങനെ ആരൊക്കെ തലയ്ക്ക് മുകളിലുണ്ടെന്ന് പറഞ്ഞാലും ഭരിക്കുന്നവരെ അറിയണം. അയാൾ മോറൽ റെസ്പോൺസിബിലിറ്റി എങ്കിലും അയാൾക്കുണ്ട്. ആ ഒരു മോറൽ റെസ്പോൺസിബിലിറ്റി വെച്ചുകൊണ്ട് ഈ ഉത്തരവ് പിൻവലിക്കണം. അയാൾ അഴിമതി പൈസ മേടിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായും അയാൾക്ക് ഇതിനകത്ത് ഇതിലെ കറ കയ്യിൽ പറ്റിയിട്ടില്ല എങ്കിൽ, അഴിമതിയുടെ കറ അദ്ദേഹത്തിന് പറ്റിയിട്ടില്ല എങ്കിൽ ഈ ഉത്തരവ് പിൻവലിക്കട്ടെ. അതല്ലേ ഏറ്റവും ഉചിതമായ നടപടി. അല്ല, ഇത്രയും സമരങ്ങൾ നടന്നിട്ടും താങ്കളെപ്പോലുള്ള ആൾക്കാർക്ക് ശക്തമായ അടിയാണ്, പോലീസിന്റെ ഭീകരമായ മർദ്ദനം പറ്റിയത് നമ്മൾ കാണുകയാണ്. അങ്ങനെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പോരാട്ടം നടത്തുന്ന ആളുകളെ തല്ലിച്ചതച്ച് അവർ ഇത് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ഇത്തരം കേസുകൾ വലിയ തോതിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇത്തരം കാര്യങ്ങളുമായി വരുന്നത്? അവിടെ സമരം നടത്തുന്ന ആൾക്കാർ ശക്തി കുറഞ്ഞു പോയോ? അതുകൊണ്ടൊന്നുമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ എത്ര കാലമായി സമരം ഇപ്പോൾ 1200 ദിവസമാകാൻ പോകും. 1200 ദിവസമാകുകയാണ് ഞങ്ങളുടെ സമരം. കേരളത്തിലെ ഏറ്റവും വലിയ സമരമായി മാറുകയാണ്. ഏറ്റവും വലിയ സമരമായിട്ട് മാറുകയാണ് ഈ സമരം. കേരളത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്താണ് കൊള്ളയടിക്കുന്നത്. കേരളത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്താണ് കൊള്ളയടിക്കുന്നത്. മനുഷ്യൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട് സംരക്ഷിക്കപ്പെടേണ്ടുന്ന സംരക്ഷണ കവചമാണ് കൊള്ളയടിച്ചുകൊണ്ട് പോകുന്നത്. തീരെ ഇല്ലാതാകുമെന്നേ. ഇത് ചവറയിൽ സംഭവിച്ചത് തന്നെ ഇവിടെ സംഭവിക്കും. ചവറയിൽ ഗ്രാമങ്ങളില്ലാതായതുപോലെ പുറക്കാട്, തൃക്കുന്നപ്പുഴ, ആറാട്ടുപുഴ, പുന്നപ്പുറ പ്രദേശങ്ങളില്ലാതാവും. ഈ ആലപ്പുഴ ജില്ല തന്നെ ഇല്ലാതാവും. ആലപ്പുഴ ജില്ലയുടെ സേഫ്റ്റി വാൽവാണ് ഈ പൊഴി എന്ന് പറയുന്നത്. ഇത് തുറന്നു വെച്ച് കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളം മുഴുവൻ ഈ കായലിലേക്ക് കയറും. കടലിങ്ങോട്ട് അടിച്ചു കയറും. കടലങ്ങോട്ട് അടിച്ചു കയറും. കുട്ടനാട് ഇല്ലാതാവും. കുട്ടനാടിലെ ഈ കടലാട് കയറും. കുട്ടനാട് സമുദ്രനിരപ്പിന് താഴെയാണെന്ന് നമ്മൾ എത്രയോ തവണ പറഞ്ഞു കഴിഞ്ഞു. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ദ മോസ്റ്റ് ലോ ലൈങ് ഏരിയ ഓഫ് ദ വേൾഡ്. ലോകത്തിൽ ഏറ്റവും ലോ ലൈങ് ആയിട്ട് കിടക്കുന്ന, സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും താഴെ കിടക്കുന്ന സ്ഥലമാണ് ഏതെന്ന് പറയുന്നത്? കുട്ടനാടെന്ന് പറയുന്നത്. ഈ കുട്ടനാട് സംരക്ഷിക്കപ്പെടണം.
എത്രയോ പക്ഷി സങ്കേതങ്ങളുള്ള സ്ഥലമായത്, എത്രയോ മത്സ്യജാതികളുള്ള സ്ഥലമായത്. ഇത് സംരക്ഷിക്കപ്പെടണ്ടേ? ഇത് സംരക്ഷിക്കുക എന്നുള്ളത് ആണ് ഏതൊരു ഭരണാധികാരിയും മുൻഗണന നൽകേണ്ടുന്ന വിഷയം. എത്രയോ കർഷകരുണ്ടെന്നറിയുമോ? എന്തുമാത്രം കർഷകരവിടെ ജീവിക്കുന്നു. ഈ നെൽകൃഷി കൊണ്ട് മാത്രം ജീവിക്കുന്ന മനുഷ്യരവിടെ ഇല്ല. ഒക്കേഷണലായിട്ട് ഒരു മത്സ്യബന്ധനത്തിനും പോകും. ഈ മനുഷ്യരുടെ ജീവിതം പരിഗണിക്കണ്ടേ? ഇപ്പൊ ഈ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഇപ്പോൾ 7-8 വർഷം ആകുന്നില്ലേ? ഇല്ലേ? എന്ത് ചെയ്തു? കുട്ടനാട് പാക്കേജ് പ്രഖ്യാപിച്ചിട്ട് എന്ത് ചെയ്തു? പാക്കേജ് പ്രഖ്യാപിച്ചിട്ട് എന്ത് ചെയ്തു? അല്ലെ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് ആരോട് പറഞ്ഞു? പാക്കേജ് എന്തായാലും അവർ എഴുതി വെച്ചിട്ടുണ്ട്, സർക്കുലറിലുണ്ട്. അല്ലാതെ ജനങ്ങളിലേക്ക് പറഞ്ഞു. ഈ പാക്കേജിന്റെ തലതൊട്ടപ്പനായിട്ട് ആരെ വെച്ചിരിക്കുന്ന? പിണറായി വിജയനെ വെച്ചിരിക്കുന്നത്. ഈ പാക്കേജിൽ എന്താണ് ചെയ്യാൻ പോകുന്നത്, എന്താണ് നടപടിക്രമം, അല്ലെ ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്? ഇതൊരു പബ്ലിക് പേപ്പർ ആക്കണ്ടേ ഇത്? അതായത് ഈ പേപ്പർ എന്ന് പറയുന്നത് അദ്ദേഹം ചെയ്യാൻ പോണ കാര്യമാണ്. അതെ, അദ്ദേഹം എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ കുട്ടനാടിനെ തീരെ അങ്ങോട്ട് ഇല്ലാതാക്കാൻ പോവാണ്. പിന്നെ പ്രശ്നം കഴിഞ്ഞില്ലേ? പിണറായിക്ക് എന്തായാലും 10-79 വയസ്സായി. കിട്ടാവുന്ന മുഴുവൻ അടിച്ചെടുക്കാൻ ഇതിൻ്റെ അകത്ത് ഒറ്റയടിക്ക് 2 കൊല്ലം കൂടെ ഉള്ളത്. ഈ 2 വർഷം കൊണ്ട് എല്ലാ ദിവസവും അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇങ്ങനത്തെ ഒരു ഓർഡർ ഇറക്കിയത്. ശരിയാണോ? എല്ലാ ദിവസവും എടുക്കുക. ഇതുവരെ ഒരു സീസണിലാണ് എടുത്തിരുന്നത്. ഇനി ആപ്പാട് 2 വർഷം ഭരിക്കാനുണ്ട്. 2024 കഴിഞ്ഞാൽ 2026 ഇലക്ഷൻ നടക്കണം. അതിനിടയിൽ അദ്ദേഹം കിട്ടാവുന്നത് ഏത് വഴിക്കെങ്കിലും അടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടല്ലേ ഇങ്ങനത്തെ ഒരു സർക്കുലർ വന്നിരിക്കുന്നത്? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സർക്കുലർ വരുമോ? ഇത്തരം ഒരു സർക്കുലർ വളരെ അതിശയം ജനിപ്പിക്കുന്ന ഒന്നാണ്, വളരെയേറെ ആശങ്ക ഉണ്ടാക്കുന്ന ഒന്നാണ്. അല്ലെങ്കിൽ ഇത്രയും ഇതോടുകൂടി ഒരു സർക്കുലർ ആരെങ്കിലും ഇറക്കും? ഒരു ക്ലാരിറ്റി ഇല്ലാത്ത സർക്കുലർ, എന്നാൽ ധാരാളം ലൂപ്പ് ഹോളുള്ള സർക്കുലർ. KMML ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. 900 രൂപയ്ക്ക് ഈ തീരം നിനക്കുന്ന തീർ തന്നിരിക്കുന്നു. നീ നിന്റെ പ്രിൻസിപ്പാൾ ബയറിന് അതിനകത്ത് പറയുന്നത് നഷ്ടമാണെങ്കിലും അവർ പറഞ്ഞ് എഴുതി ഉണ്ടാക്കിയാണ്. ആരെ ചോദിക്കുമ്പോൾ അയ്യോ കഷ്ടപ്പെട്ട് അവരെ കൊണ്ട് എടുപ്പിച്ചാണ് 900 രൂപയ്ക്ക് ഗവൺമെന്റ് അടിച്ചേൽപ്പിച്ചിരിക്കുകയാണെന്ന്. ഇതിന് എന്താ വില? യുറേനിയം അടക്കമുള്ള ധാതു സമ്പത്തുകളല്ലേ ഇവിടെ കിട്ടുന്നത്. യുറേനിയത്തിനൊക്കെ എന്താ വില? കോടാനുകോടി രൂപ വിലയുള്ള സാധനത്തെയാണ്. ഇൽമനൈറ്റ് തന്നെ പരിഗണിച്ചാലും അതിന് വലിയ വിലയാണ്. ഭയങ്കരമായ മൂല്യവർദ്ധിത വിലയുള്ള വസ്തുവാണ് ഇൽമനൈറ്റ്. അത് 2-3 കാര്യങ്ങളാണ് ഞാൻ അവിടെ വന്ന് പഠിച്ചപ്പോൾ മനസ്സിലായത്. ഒന്ന്, ഇത് വാരിക്കൊണ്ടതിന് ആരാ കണക്ക് വെക്കുന്നത്? ഒരു പരിധി വരെ കണക്ക് വെക്കുന്നു, ബാക്കി കണക്കില്ല. പോലീസ് അവിടെ കാവൽ നിൽക്കുന്നു, നമ്മളവിടെ കയറ്റുന്നുണ്ടോ? വണ്ടികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വണ്ടി എങ്ങോട്ടാ പോണോ നമുക്കറിയോ? ഇത് KMMLേക്കാണോ മറ്റേ അടുത്ത സ്ഥലത്തേക്കാണോ പോണത് നമുക്കറിയില്ല. നമുക്കറിയില്ല. അപ്പൊ ഇവര് നേരെ ഇത് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സമരം നടത്തുന്ന ആൾക്കാരെ അങ്ങോട്ട് കയറ്റാൻ സമ്മതിക്കില്ല, പത്രക്കാരാണ്ട് കയറ്റാൻ സമ്മതിക്കില്ല. അപ്പൊ എന്ത് തെമ്മാടുത്തരവും ഒരു ഇരുമ്പ് മറയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇത്രയൊക്കെ സമരം നടത്തി, നമ്മളിപ്പോൾ 1200 ദിവസം സമരം നടത്താന്ന് പറഞ്ഞാൽ കേരള ചരിത്രത്തിൽ വലിയ സംഭവമാണ്. തീർച്ചയായിട്ടും ആ സംഭവം ജനകീയ സമരമാണിത്. ഇത് നാടിന്റെ സമ്പത്ത് കൊള്ളയുന്നതിനെതിരെയുള്ള സമരമാണ്. എന്നിട്ടും പിണറായി വിജയന് യാതൊരു കുലുക്കവുമില്ല എന്നുള്ള ഇതില് തീർച്ചയായിട്ടും കുലുങ്ങും. ഈ വിഷയത്തിൽ പിണറായി വിജയൻ പെടാൻ പോവുകയാണ്. അതിന് യാതൊരു സംശയം. അതെങ്ങനെ? ഇനി ഇത് ഒരു കുഞ്ഞു പോലും അറിയത്തില്ല എന്ന് കരുതി വെച്ച സംഗതിയല്ലേ പുറത്തു വന്നത്? അത് സമ്മതിച്ചു. പുറത്തു വന്നല്ലോ ഈ സംഗതി, പുറത്തു വന്നല്ലോ. ഈ തെരഞ്ഞെടുപ്പിൽ പോലും ഏറ്റവും വലിയ പരാജയത്തിന് കാരണം എന്താ? തോറ്റാൽ എന്താണെന്ന്. അതേന്നെ. അല്ല, ഈ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക്, ഇടതുപക്ഷ വിശ്വാസികളെ നിരാശപ്പെടുത്തത്തക്കവണ്ണമുള്ള ഒരു വലിയ തോൽവി, തോൽവിക്ക് കാരണം ഈ കരിമണലല്ലേ? എൻ്റെ ഒരു ചോദ്യം ക്ലിയർ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവിടെ പാർട്ടി തകർന്നാലെന്ത്, തകർന്നില്ലെങ്കിൽ എന്ത്, പ്രളയം വന്നാലെന്ത്, പ്രളയം വന്നില്ലെങ്കിൽ എനിക്ക് കാശ് കിട്ടണം. അത് കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പോവുകയാണ്. എൻ്റെ മകനും മകളും വിദേശത്ത് എല്ലാ സംവിധാനം ഒരുക്കി കഴിഞ്ഞു. പിന്നെ ഇവിടെ എന്തിനാണ് ഞാൻ നിൽക്കുന്നത്? ഞാൻ സുരക്ഷിതമായ രാജ്യത്തിലേക്ക് പോകുന്നു. എൻ്റെ സമ്പാദ്യങ്ങളൊക്കെ അവിടേക്ക് മാറ്റിക്കഴിഞ്ഞു. പിന്നെ എന്ത് പേടിക്കാനാണ്? 10 വർഷം ഇവിടെ ഭരിച്ച മുഖ്യമന്ത്രിയുടെ പേരും പിന്നെ ആളിവിടെ സ്ഥലം വിട്ട് കഴിഞ്ഞാൽ എന്താ പ്രശ്നം? പാർട്ടി ഉണ്ടായാലെന്ത്, പാർട്ടി തകർന്നാലെന്ത്?
അങ്ങനെയൊക്കെ കരുതുന്ന ആളുകൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അല്ലാതെ എന്താണ് പറഞ്ഞു തരൂ. ഈ കഴിഞ്ഞ ഇലക്ഷനിൽ എവിടെയെങ്കിലും ഒരു പിണറായിന്റെ ഫോട്ടോ പോലും വെച്ചിട്ടില്ല ഒരു സ്ഥാനാർത്ഥി, ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥി പിണറായിന്റെ ഫോട്ടോ പോലും വെച്ചിട്ടില്ല. അത്രയ്ക്കും വെറുത്ത, കേരളം കണ്ട ഏറ്റവും വെറുക്കപ്പെട്ട നാണം കെട്ടൊരു മനുഷ്യനാണ് ഇദ്ദേഹം എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തി കഴിഞ്ഞു. അതിന്റെ ഇലക്ഷനിലെ തിരിച്ചടിയാണ് ഇപ്രാവശ്യം. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി വന്നപ്പോൾ അദ്ദേഹം പ്രധാനമന്ത്രിയാവുന്നുള്ള ധാരണയിലായിരുന്നു. ഇത്തവണ എന്താണ്, ഇലക്ഷനിൽ പിണറായി വിരുദ്ധ സമര വോട്ടാണ് മറഞ്ഞു പോയത് പാർട്ടിയിൽ നിന്ന്. അത് തകർന്നാൽ എന്ത്, തകർന്നില്ലെങ്കിൽ എന്ത്? അല്ല, ഞാൻ പറയാൻ വന്നത്, ഒരു കാരണവശാലും പിടിച്ചു നിൽക്കാൻ പറ്റാത്തവണ്ണം സംശയരഹിതമായി നടന്ന ഒരഴിമതി, ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡ് പുറത്തു കൊണ്ടുവന്ന കണക്കുകൾ, അതിനകത്ത് ഈ അച്ഛനും മകൾക്കും ഒക്കെയുള്ള ബന്ധങ്ങൾ, അതായത് 3 വർഷത്തേതേ ഉള്ളൂ. അല്ല, അത്രേ ഉള്ളൂ. 2016 മുതൽ 2019 വർഷത്തേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അന്ന് പിണറായി വിജയൻ മെല്ലെ മെല്ലെ പിടിമുറുക്കി വരുന്നുള്ളൂ. അതിൽ ജി സുധാകരനെ പോലുള്ള ആൾക്കാർക്ക് കുറച്ച് ബലമുള്ള സമയമായിരുന്നു. 19 ശേഷമാണ് ഏറ്റവും കൂടുതൽ കരിമണൽ കടത്തിയിട്ടുള്ളത്. 19 മുതൽ 24 വരെയുള്ള കാലഘട്ടത്തിൽ അതായത് ഈ കരിമണൽ കർത്തയെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഇത്ര പിടിച്ചോ, നിങ്ങൾ വാരിക്കോ, എത്ര തവണ വാരിക്കോ, എനിക്കിത്ര കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് കോടാനുകോടി രൂപയാണ് അടിച്ചെടുത്ത് വിദേശത്ത് എത്തിച്ചത്. അപ്പോൾ ഇത് തീർച്ചയായും ഇതൊരു വളരെ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ്. തീർച്ചയായിട്ടും ഇത്രയും ഇതിൻ്റെ ഒരു ഗ്രാവിറ്റി, ഇത് ഭീതിതം. എന്നോട് ഷോൺ ജോർജ് പറഞ്ഞത് BJP ഗവൺമെൻറ് യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്നാണ്. എൻ്റെ ചോദ്യം തന്നെ 8 മാസമൊക്കെ അന്വേഷിക്കേണ്ട ആവശ്യം എന്താണ്, ആകെ 2-3 മാസം പോരെ എന്നാണ് ചോദിച്ചത്. അപ്പം എൻ്റെ ചോദ്യം ഇതാണ്, ഇതിന് പരിഹാരം എന്താണ്? താങ്കളെപ്പോലുള്ള ആളുകൾ ഇടികൊണ്ട് തല പൊട്ടി കയ്യും കാലും പൊട്ടിച്ച് അവിടെ സമരം നടത്തുന്നു. അവിടെ പിണറായി വിജയൻ പോലീസ് സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ച് കൊള്ള ചെയ്തുകൊണ്ടിരിക്കുന്നു മാഫിയ തലവൻ. കാരണം ഇത് അന്താരാഷ്ട്ര ലെവലിൽ ഏറ്റവും കോടികൾ കണക്കിന് രൂപ കിട്ടുന്ന സാധനമാണ്. ഇതിൻ്റെ പരിഹാരം ഒരു ജനാധിപത്യ ഭരണവ്യവസ്ഥയിൽ എന്താണ് അതിൻ്റെ പരിഹാരം? ജനാധിപത്യപരമായ പോരാട്ടങ്ങൾ മാത്രമേ ഉള്ളൂ, ജനകീയ പോരാട്ടങ്ങൾ മാത്രമേ ഉള്ളൂ. അതെന്തായിരിക്കും? ജനസമരങ്ങൾ. ഇപ്പോൾ കർഷകരുടെ സമരം വീണ്ടും അവർ ശക്തിപ്പെടാൻ പോകുന്നു. കേരളത്തിൽ ഇപ്പോൾ പിന്നെ പലയിടങ്ങളിലും നടക്കുന്ന അസ്വസ്ഥതകൾ, പലയിടങ്ങളിലും ഉണ്ടാകുന്ന പ്രതിഷേധങ്ങൾ, ഇതിൻ്റെയൊക്കെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ സ്വഭാവം മാറുന്നു. കുറേ കൂടി പിന്നെ റിജിഡായിട്ടുള്ള, കുറേ കൂടി ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ നാട്ടിൽ പല വിഷയങ്ങളിലും വന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും കരിമണൽ സമരത്തിന് അതിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് പറ്റത്തില്ല. ഇത് എപ്പോഴാണ് പുതിയ ഈ ഓർഡർ വന്നിരിക്കുന്ന ഡേറ്റ് 10/7/2024 ഈ ഓർഡർ വന്നിരിക്കുന്നത്. അതായത് ലേറ്റസ്റ്റ് ആയ ഈ മാസം വന്ന ഓർഡറാണ്. ഈ ഓർഡർ പ്രകാരം നമ്മളെ നാടിനെ വീണ്ടും തുടർച്ചയായിട്ട് കൊള്ള ചെയ്യാൻ, മാത്രമല്ല ആലപ്പുഴ ജില്ലയെ പൂർണ്ണമായി വെള്ളത്തിനടിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ഓർഡറാണിത്. അതെ, തീർച്ചയായും. അപ്പം ഇത് പിന്നെ അവിടെ എത്ര ഇനി സമരം നടത്തിയിട്ടും പിണറായി വിജയന് യാതൊരു കുലുക്കുമില്ല എന്ന് നമ്മൾ ഈ സമരത്തിൻ്റെ രീതികളും സ്വഭാവങ്ങളും ഒക്കെ ഇതുവരെ കണ്ട സമരങ്ങളായിരിക്കില്ല ഇനി നടക്കാൻ പോകും. ഇനി നാട് മുഴുവൻ സമരാഹ്വാന സമ്മേളനങ്ങൾ നടക്കാൻ പോകും. ഈ രാജ്യത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ല മനുഷ്യർ, ഈ കരിമണൽ ഖനനത്തെ എതിർക്കുന്ന ആളുകളെ നമ്മൾ ഈ വലിയ മഹാസമ്മേളനങ്ങളിലേക്ക് കൊണ്ടുവരാൻ പോകും. സമര സമ്മേളനങ്ങളാണ് നടക്കാൻ പോകുന്നത്. ജനങ്ങൾ അഹമികയായി ഇറങ്ങാൻ പോകുന്ന സമ്മേളനങ്ങളാണ് നമ്മൾ സംഘടിപ്പിക്കാൻ പോകുന്നത്. അതിന് നയപരമായ തീരുമാനം എടുത്തു കഴിഞ്ഞു. മേധാ പട്കറെ പോലെയുള്ള ആളുകളെ, ഡോക്ടർ PV രാജഗോപാലിനെ പോലെയുള്ള ആളുകളെ, ഇതേപോലെയുള്ള ആളുകളെയൊക്കെ നമ്മൾ രംഗത്ത് കൊണ്ടുവരാൻ പോവുകയാണ്. അരുന്ധതി റോയിയെ കിട്ടിയ അരുന്ധതി റോയിയെ ഒക്കെ, എല്ലാ ആളുകളെയും, കേരളത്തിലുള്ള പ്രമുഖരായിട്ടുള്ള ആളുകളെ, അല്ലെ കാപട്യലേശമില്ലാത്ത മനുഷ്യർ, ആത്മാർത്ഥ സത്യസന്ധതയുള്ള മനുഷ്യർ ഒക്കെ നമ്മൾ രംഗത്താണ് നിർത്താൻ പോവുകയാണ്. ജനങ്ങൾ ഇപ്പോൾ ഈ ഒരു എതിർപ്പ് സാധ്യമാണെന്നുള്ള ഒരു തോന്നൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. ഒരു എതിർപ്പ് സാധ്യമാണെന്നുള്ള തോന്നൽ അത് ജനങ്ങളിൽ ഒരു വലിയ ആത്മവിശ്വാസം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ആത്മവിശ്വാസം ഈ സമരത്തെയും സഹായിക്കും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. അത്രയും ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്.
അതുകൊണ്ടാണ് ഈ സമരത്തിൽ നിന്ന് ആളുകളൊക്കെ കൊഴിഞ്ഞു പോകുമ്പോഴും നമ്മൾ ആ സമരത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്നത്. നമ്മൾ ഓരോ അറ്റംപ്റ്റ് നടത്തുമ്പോഴും വീണ്ടും വേറെ പുതിയ ആളുകൾ, കൂടുതൽ ആളുകൾ വീണ്ടും വന്നുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും ഈ സമരം ശക്തിപ്പെടും. ഇതിൻ്റെ മുന്നിൽ ഇത് ഞാനത് നേരത്തെ പറയാൻ വന്ന അതാണ്. കേരളത്തിൽ സംശയരഹിതമായി തെളിയിക്കപ്പെട്ട ഒരു അഴിമതിയുടെ കഥ പിണറായി വിജയനെ സംബന്ധിച്ച്, മകൾ വീണ വിജയനെ സംബന്ധിച്ച് ഉണ്ടായ അഴിമതി കഥ, ഫുൾ പ്രൂഫായിട്ടുള്ള ഒരു അഴിമതി കഥ, മറച്ചു വെക്കാൻ പറ്റാത്തവണ്ണമുള്ളൊരു അഴിമതി കഥ വന്നത് ഇതാണ് കേരളത്തെ മുഴുവൻ ചലിപ്പിച്ചത്. ഇതാണ് ഇവരുടെ രാഷ്ട്രീയമായ അടിത്തറ തോണ്ടിയത്. ഇത് വീണ്ടും വരും. ഈ വരാനിരിക്കുന്ന ഇലക്ഷനിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും അസംബ്ലി ഇലക്ഷനിലും എല്ലാം പ്രതിഫലിക്കാൻ പോകുന്നത് ഈ സമരമാണ്. സാറിന് തന്നെ അറിയാമല്ലോ, നമ്മളുടെ ഒരു ഇതിന് കിട്ടുന്ന റീച്ച് സാധനം അത് ചെയ്തു, സാറും അത് ചെയ്തു. എത്രയോ ആളുകൾ കാണുന്നു, എത്രയോ ആയിരക്കണക്കിന് ആളുകളാണ് ഈ കരിമണൽ വിഷയം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇവരുടെ എല്ലാം മനസ്സിലൊരു കനലെരിയുന്നുണ്ട്. കേരളത്തെ വിറ്റുമുടിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു കനലെരിയുന്നുണ്ട്. ഈ കനൽ ആളിക്കത്തും. എല്ലാ മനുഷ്യരിലും ഒരു ആൻറ്റി പിണറായി വിജയൻ സെന്റിമെന്റ് എല്ലാ മനുഷ്യരുടെ ഉള്ളിലും കത്തുന്നുണ്ട്, അവരുടെ പാർട്ടിക്കുള്ളിലും കത്തുന്നുണ്ട്. അല്ലെ കോട്ടുകുളിയെ പോലുള്ള ആളുകൾ വരില്ലല്ലോ. പേടിയാണെന്നുണ്ടെങ്കിൽ കോട്ടുകുളിയെ പോലുള്ള ആളുകൾ മുന്നിട്ട് വരില്ല. അങ്ങനെ ആളുകൾ വരുന്നുണ്ട്. അതിപ്പോൾ ജനകീയ സമരങ്ങളെ അത് സ്വാധീനിക്കും. ഇപ്പോൾ +2 അഡ്മിഷന് വേണ്ടിയിട്ട് കുട്ടികളവിടെ നടത്തുന്ന സമരം എത്ര മുട്ട് മടക്കേണ്ടി വന്നില്ലേ? ഇപ്പോൾ ഈ പയ്യൻ്റെ മരണം, നമ്മുടെ സിദ്ധാർത്ഥൻ്റെ മരണം, അതുണ്ടാക്കിയ പ്രതിഷേധം എന്തുമാത്രമാണ്? മറിയക്കുട്ടി ഉണ്ടാക്കിയ പ്രതിഷേധം എന്തുമാത്രമാണ്? അലേലികൾ എന്തുമാത്രമാണ്? ഇതിനൊക്കെ മറുപടി ഉണ്ടോ ഇവർക്ക്? കരിമണൽ ഖനനത്തിൽ ഇവർക്ക് മറുപടിയില്ല. കരിമണൽ വിഷയത്തിൽ ഇവർക്ക് മറുപടിയില്ല. ഇത് കുട്ടനാടിനെ രക്ഷിക്കാനല്ല, ഇത് തീരത്തെ തകർത്ത് കളയും, തീരെ ഇല്ലാതാവും. ഈ വസ്തുത മുന്നിൽ വെച്ചുകൊണ്ട് എന്ത് കളിക്കാനാ ഇവര്? ജനങ്ങളെ ഇങ്ങനെ പേടിച്ചുകൊണ്ട് ഒരു ഭരണാധികാരിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. പിണറായി വിജയൻ ഒരു പാടാണ്. പിണറായി വിജയന് മാത്രമല്ല, വരാനിരിക്കുന്നവരും ഇതേ നയമാണ് അനുവർത്തിക്കുന്നെങ്കിൽ അവർക്കുള്ള ചുട്ട മറുപടിയാണ്. എന്തായാലും കരിമണൽ സമരം ശക്തിപ്പെടാൻ പോവുകയാണ്, ആളിപ്പടരാൻ പോവുകയാണ്. ഈ നിയമവിരുദ്ധമായ ഓർഡറിനെതിരെ അവിടെ നടക്കാൻ പോകുന്നത് കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സമരമായിരിക്കുമെന്നാണ് സമരസമിതി നേതാവായ ശ്രീ ഭദ്രൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.